ഇവരെന്ത് ജനദ്രോഹ ചെയ്ത് എനിക്ക് മനസ്സിലാകുന്നില്ല. പാര്യത്തുകാവിൽ 7 ദളിത് കുടുംബങ്ങൾക്ക് 10 വർഷമായി കിട്ടാത്ത നീതി 4 ആഴ്ച കൊണ്ട്, ഒരു മാസം കൊണ്ട് വി ഡി സതീശൻ സർക്കാർ അവർക്ക് വീട് ഉറപ്പാക്കി കൊടുത്തു. റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ ആശാവർക്കർമാർ 255 ദിവസം സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഒരു 10 പൈസയെങ്കിലും കൂട്ടിത്തരുമെന്ന് ചോദിച്ചു കണ്ട് അവർ സമരം ചെയ്തു. തിരിഞ്ഞു നോക്കിയില്ല, കാർക്കിച്ച് തുപ്പി. അവർ രോഗം വരുത്തുന്ന കീടാണുക്കളാണെന്ന് പറഞ്ഞു, ഈർക്കിൽ പാർട്ടികളാണെന്ന് പറഞ്ഞു, പാട്ടകുലിക്കുകളാണെന്ന് പറഞ്ഞു, സുരേഷ് ഗോപിയുടെ ഉമ്മ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നവരാണെന്ന് പറഞ്ഞു. അവരെ പരിഹസിച്ചു, ആക്ഷേപിച്ചു. അല്ലേ? വി ഡി സതീശൻ സർക്കാർ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ 3000 രൂപ കൂട്ടിക്കൊടുത്തു. അങ്കണവാടി ടീച്ചർമാർക്ക്, പാചക തൊഴിലാളികൾക്ക്, അസംഘടിത മേഖലയിലെ എല്ലാവർക്കും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അവരുടെ വേതന വർധനവ് നടത്തി. നീതി നിഷേധങ്ങൾക്കെതിരെ, അതായത് കാഫിർ സ്ക്രീൻഷോട്ട്, പിന്നെന്താണ് നമ്മുടെ ഗൺമാൻ യൂത്ത് കോൺഗ്രസുകാരുടെ തലമണ്ടടിച്ച് പൊട്ടിച്ച സംഭവം, ഇങ്ങനെയുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണം. പി ദിവ്യ ആക്ഷേപിച്ച് മരണത്തിലേക്ക് നയിച്ച നവീൻ ബാബുവിന്റെ മകൾക്ക് ജോലി. എണ്ണി പറയുകയാണെങ്കിൽ കഴിഞ്ഞ 3 മാസം കൊണ്ട് വി ഡി സതീശൻ സർക്കാർ ചെയ്ത അത്രയും കാര്യങ്ങൾ, 3 മാസം കൊണ്ട് ചെയ്ത കാര്യങ്ങൾ 3 കൊല്ലമായിട്ടും കഴിഞ്ഞ മന്ത്രിസഭയിൽ, കഴിഞ്ഞ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ ചെയ്തിരുന്നില്ല എന്ന് നമുക്കൊക്കെ അറിയാം. എന്നിട്ടാണ് ഉളുപ്പും മാനില്ലാതെ വരുന്നു പറയുന്നത് ഇത് ജനദ്രോഹ സർക്കാർ. എന്തുകൊണ്ടാ പറയുന്നത് അറിയോ?